യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഷിൻഷ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താ പറയുക, നമ്മൾ കുറച്ച് പർപ്പിൾ പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. കുറച്ചധികം പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്ന് കാണാം. ഒക്കെ സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ്, ആ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിയെന്ന് കാണാം കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മുടെ മെബലിൻ്റെ കാജലാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് പേര് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ മെബലിന്റെ കൊളോസൽ കാജലാണ് കേട്ടോ. എന്നിട്ട് നല്ല ഇന്റൻസ് ബ്ലാക്ക് കളറാണ്, വാട്ടർ പ്രൂഫും ആണ് കേട്ടോ. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലാഷൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു കൊളോസൽ കാജലാണ് കേട്ടോ മെബലിന്റെ. 400 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമുക്ക് പർപ്പിളിലും അതുപോലെ നൈക്കയിലൊക്കെ ഓഫേഴ്സ് ഉള്ള സമയം നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ, കുറച്ചുകൂടെ റേറ്റ് കുറവില്. പിന്നെ വന്നിട്ട് നമ്മൾ ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. വിറ്റാമിൻ സി സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആണ്. സോറി, മോയ്സ്ചറൈസർ അല്ല, സൺസ്ക്രീൻ ആണ് കേട്ടോ. അതൊരു 50+ PA++ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ഡോട്ട് ആൻഡ് കീയുടെ എല്ലാ പ്രോഡക്ട്സും അത്യാവശ്യം ഞാൻ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല പ്രോഡക്ട്സ് ആണ്, നല്ലൊരു സൺസ്ക്രീൻ ആണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ് കേട്ടോ. അപ്പോൾ വരുന്നത് ഇതെങ്ങനെയാണ് വരുന്നത്, നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. അത് മാത്രമല്ല ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സൺസ്ക്രീൻ പോലെ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നാച്ചുറലി നമ്മുടെ ഇത് കയ്യിലോ ഫേസിലോ ഒക്കെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. മറ്റുള്ള പ്രോഡക്റ്റിന്റെ പോലെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. സൺസ്ക്രീൻ ചില സൺസ്ക്രീൻ ഇടുമ്പോൾ നമുക്ക് ഫേസിലൊക്കെ നല്ല വൈറ്റ് കാസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളോ ഇതിന് വരുന്നില്ല. പിന്നെ വരുന്നത് നമ്മൾ സെറ്റഫിലിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിന് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ടു ഓയിലി സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ അങ്ങനെയുള്ളവർക്ക് വരുന്നതാണ്. നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നമുക്കിത് സ്കിൻ വീക്കൻ ആണെങ്കിലോ ഡ്രൈനെസ് മാറാനും ഇറിറ്റേഷൻ മാറാനും പിന്നെ റഫ്നെസ് ഒക്കെ മാറാനും നമുക്ക് നന്നായിട്ട് ഫേസ് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റഫിലിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ യൂസ് ചെയ്യാം. 575 റുപ്പീസ് ആണ് ഇതിന്റെ മുകളിൽ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓഫറിന് നോക്കിയിട്ട് നമുക്ക് ഓരോ സൈറ്റിലും ഓഫറുള്ള സമയം നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ നമ്മുടെ മോയ്സ്ചറൈസറിൽ. പിന്നെ വന്നിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഷുഗറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഷുഗർ പോപ്പിന്റെ ലിപ്സ്റ്റിക്ക് വാട്ടർ പ്രൂഫ് ആണ്, സ്മഡ് പ്രൂഫ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലും കൂടിയിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചാലും കൂടി നമ്മുടെ ലിപ്സ്റ്റിക്ക് നിൽക്കും കേട്ടോ. നല്ല അടിപൊളി ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 02 മൂവ് ഷെയ്ഡാണേ. നല്ല അടിപൊളി ഷെയ്ഡും ആണ്, അതുപോലെ തന്നെ നല്ല സൂപ്പർ ബ്രൈറ്റ് കളറും ആണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണുകാർക്കും ഒരുപോലെ ചേരുന്ന ടൈപ്പ് ഓഫ് കളറാണ് കണ്ടോ. 1 സ്ട്രോക്കിൽ തന്നെ നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇതൊരു മാറ്റ് കളറാണ്. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷുഗർ പോപ്പിന്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഒരുപാടല്ല, എന്നാലും അത്യാവശ്യം വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു മോർണിംഗ് ഇട്ട് കഴിഞ്ഞ ഒരു ഈവനിങ് വരയ്ക്കൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു നല്ല അടിപൊളി ഒരു എന്താ പറയാ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഷുഗർ പോപ്പിന്റെ മൂവ് ഷെയ്ഡാണ് 02 കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് മാർസിന്റെ ഒരു കൺസീലർ ആണ്. അപ്പൊ നമുക്ക് ഈ കൺസീലർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എന്താ പറയാ, നമ്മുടെ ഇപ്പൊ എനിക്കൊക്കെ നല്ല അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ചില ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. നമുക്കൊന്നിങ്ങനെ പെയിൻ ഒക്കെയുള്ള ടൈപ്പ് പിമ്പിൾസ് വരുമ്പോൾ അത് പോകുമ്പോൾ ഡാർക്ക് സർക്കിൾ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൺസീൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസീലർ ആണ്. ഇത് മാർസിന്റെ ആണ്. അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിലാണ്. 250 റുപ്പീസിനാണ് കേട്ടോ ഇത് വരുന്നത്. അത് നമുക്ക് ഓഫറുള്ള ടൈം നോക്കിയിട്ട് മാറ്റി വാങ്ങാൻ പറ്റും, റേറ്റ് കുറവിൽ നോക്കി വാങ്ങാം. ഇത് 05 സാൻഡ്സ്റ്റോൺ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് വരുന്നത്. 05 ആണ് കേട്ടോ. അപ്പൊ ഓരോരുത്തർക്കും ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് വാങ്ങിയത് ഇതാണ്. ചെറിയൊരു പാക്കേജിംഗ് ആണ്, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുകൊണ്ടല്ലേ നല്ലൊരു ബാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കളറും ആണ്, നല്ലൊരു ഷെയ്ഡും ആണ് വന്നിട്ട് നമുക്ക് നന്നായിട്ട് കൺസീൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഡാർക്ക് സ്പോട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി, അപ്പൊ നന്നായിട്ട് കൺസീൽ ആവുന്നുണ്ട്. അപ്പൊ ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മള് മെബലിന്റെ തന്നെ സെൻസേഷണൽ എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു എന്താ പറയാ ഒരു ലിപ്സ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നല്ലൊരു ഷെയ്ഡാണ്, ന്യൂഡ് ന്യൂവാൻസ് 21 ആണ്. അപ്പൊ ചിലർക്ക് ഇത് ഇടുന്ന ടൈമിൽ ഒരുപാട് ലിപ്പ് ഇങ്ങനെ ഒരു വെറ്റിഷ് ഷെയ്ഡിൽ വരും, ഒരു മാച്ച് ആവാത്ത പോലെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഷെയ്ഡിന്റെ കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡിന്റെ കൂടെ ഇത് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും കേട്ടോ. അതായത് ഇത് ചില ടൈമിൽ ചിലവർക്ക്
നമ്മൾ ഒരേ ലിപ്സ്റ്റിക് തന്നെ പലർക്കും പല രീതിയിലായിരിക്കും ലിപ്പിൽ കാണിക്കുക. അപ്പൊ ഈ ഒരു ഷെയ്ഡ് ന്യൂഡ് ന്യൂവാൻസ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ചിലർക്ക് നമ്മുടെ ഫേസിൽ നമ്മുടെ ലിപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഭയങ്കര പെയിലായ ഒരു പോലെ ആ ഒരു ഷെയ്ഡിലേക്ക് മാറുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിന് കുറച്ചുകൂടെ ഡ്രൈയിങ് ആണ്, കുറച്ചുകൂടെ ഫാസ്റ്റ് ഡ്രൈയിങ് ആണ്. അപ്പൊ കുറച്ച് ഡ്രൈയിങ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വേറൊരു ഷെയ്ഡിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, മറ്റുള്ള ഏതെങ്കിലും മാറ്റ് ലിപ്സ്റ്റിക്കിന്റെ കൂടെ ആയാലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയി പോകുന്ന ടൈപ്പ് ഓഫ് കളറാണ്. അപ്പം മേബലിന്റെ സെൻസേഷണൽ ആണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. വാട്ടർ പ്രൂഫ് ആണെങ്കിലും കൂടിയിട്ട് ഒരുപാട് നിൽക്കൊന്നുമില്ല, ഒരു ഹാഫ് ഡേ ഒക്കെ നിൽക്കുന്ന അത്യാവശ്യം നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടത്. പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് മാർസിന്റെ തന്നെ വേറൊരു ലിപ്സ്റ്റിക് ആണ്. അത് വന്നിട്ട് എന്താ പറയാ, നല്ല എല്ലാവർക്കും അത്യാവശ്യം പരിചയം ഉണ്ടാവും. ഒരുപാട് അഫോർഡബിൾ റേറ്റിന്റെ ഒന്നും അല്ല കേട്ടോ, ഒരു 200 റുപ്പീസിന്റെ ഉള്ളിലൊക്കെ വരുന്നുള്ളൂ. നല്ല ഓഫറുള്ള ടൈമിൽ വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറയും. ഇത് ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ട് 12 ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട്. ഖൂബ്സൂരത് കുച്ചിപ്പുടി 12 ആണ് ഇതിന്റെ ഷെയ്ഡ് കേട്ടോ. അപ്പൊ മാർസിന്റെ ആണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഷെയ്ഡ് മസ്റ്റ് ബൈ ആണ്, മസ്റ്റ് ട്രൈ ആണ്. ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നല്ലൊരു ക്യൂട്ട് പാക്കേജിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല ക്രീമി മാറ്റ് ആണ്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാവേ. എല്ലാ ഷെയ്ഡുകാർക്കും അത്യാവശ്യം നമ്മുടെ ഫെയർ സ്കിൻ ടോണോ അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ ടോണോ ഡാർക്ക് സ്കിൻ ടോണോ ഏത് സ്കിൻ ടോണുകാർക്കും ഒരേപോലെ മിക്സ് ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ്. ഒരുപാട് ഡാർക്കും അല്ല, എന്നാൽ അത്യാവശ്യം ലിപ്പിലുണ്ടെന്ന് അറിയാനും പറ്റും. അപ്പൊ ശരിക്കും ഒറ്റ സ്ട്രോക്കിൽ തന്നെ എൻ്റെ ലിപ്പിന് അത്രയും കളർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു മാറ്റ് ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അത്യാവശ്യം പിഗ്മെന്റഡ് ആണ്. അത് മാത്രമല്ല ഡ്രൈയിങ് അല്ല. നമ്മുടെ ലിപ്പ് എപ്പോഴും ഒരു മോയ്സ്ചറൈസിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഗ്ലിറ്ററി ആയി നിൽക്കില്ല. മാറ്റ് ആണെന്നിട്ട് ഒരുപാട് ഡ്രൈ ആയി കാണുകയല്ല. നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ട്. അപ്പം ഇതിന്റെ റിവ്യൂ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പം ഇത് വന്നിട്ട് നല്ലൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഖൂബ്സൂരത് കുച്ചിപ്പുടി 12 ആണ്. ഒരു 200ന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ്. വാട്ടർ പ്രൂഫ് ഒന്നും അല്ല, എന്നാലും കുറച്ചു നേരമൊക്കെ നമ്മുടെ ചുണ്ടിൽ നിൽക്കും കേട്ടോ. അത്യാവശ്യം നമ്മൾ ഫുഡൊന്നും കഴിച്ചാലും അത്രയും അങ്ങോട്ട് പോകുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ഹാഫ് ഡേ അത്രയ്ക്ക് കിട്ടത്തുള്ളൂ. ഫുള്ളായിട്ട് ഒരു 1 ഡേ ഫുള്ള് ഈ ഇത് ലാസ്റ്റ് ചെയ്യില്ല. എന്നാലും ഒന്ന് റീഅപ്ലൈ ചെയ്യാനാണെങ്കിലും ഈസിയാണ്. നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രോക്കിൽ തന്നെ നമ്മുടെ ലിപ്പിന് നല്ലൊരു കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ്, മാർസിന്റെ 21 ഖൂബ്സൂരത് കുച്ചിപ്പുടി കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മളൊരു സാധനം വാങ്ങിയിരിക്കുന്നത് പ്ലമ്മിന്റെ ഒരു മാസ്ട്രോബ് ഇലുമിനൈസർ ആണ് കേട്ടോ. അത് ഒരു സ്ട്രോബ് ക്രീമാണ്, നമ്മുടെ പ്ലമ്മിന്റെ തന്നെ സ്ട്രോബ് ക്രീമാണ്. നമ്മളിപ്പോൾ എൻവൈബയുടെ ഒക്കെ സ്ട്രോബ് ക്രീം യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. സ്ട്രോബ് ക്രീം എന്ന് പറഞ്ഞാൽ നല്ലൊരു കൊറിയൻ ലൈറ്റ് ഗ്ലോ നമ്മുടെ ഫേസിന് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം സ്ട്രോബ് ക്രീം നമ്മളൊന്ന് മാറി ട്രൈ ചെയ്ത് നോക്കിയതാണ്. എൻവൈബയുടെ ഒരു സ്ട്രോബ് ക്രീം ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് 02 പീച്ച് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഈ ക്രീം വന്നിട്ട്. ഇത് മൾട്ടി ടാസ്കിങ് ആണ്. HD ഗ്ലോ ആൻഡ് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. HD ഗ്ലോ ആണ് ഫേസിന് ഇട്ട് ഒരു മോയ്സ്ചറൈസർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 02 പീച്ച് പെർഫെക്റ്റ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ബെയർ ഫേസിൽ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണതും മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതും ചെയ്യാം. അപ്പം കുറച്ചും കൂടെ നല്ലൊരു ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയാ ചെറിയ നമ്മൾ രീതിയിൽ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ആ ഫൗണ്ടേഷൻ നമ്മുടെ കയ്യിലെടുത്തിട്ട് കുറച്ച് നമ്മുടെ കയ്യിലാക്കിയതിനു ശേഷം ഈ സ്ട്രോബ് ക്രീം ഒരു 1 or 2 ഡ്രോപ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു HD ആ ഒരു ഗ്ലോ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. അത് മാത്രമല്ല നല്ലൊരു ഗ്ലോയിങ് ഉണ്ടാവും. നമ്മുടെ ചീക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നല്ലൊരു ഗ്ലോയിങ് ഉണ്ടാവും. അത് മാത്രമല്ല ഇത് വേണമെങ്കിൽ ഒരു ഇലുമിനൈസർ ആയിട്ട് ഒരു ഹൈലൈറ്റർ ആയിട്ടൊക്കെ നമുക്ക് ഓരോ പാർട്സിലൊക്കെ ടീസോണിലൊക്കെ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഫേസിൽ ഡോട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്ലമ്മിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, 30 ml പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഇലുമിനൈസർ സ്ട്രോബ് ക്രീം ആണ്. അപ്പൊ നമുക്ക് മറ്റുള്ള ബ്രാൻഡുകളുടെ സ്ട്രോബ് ക്രീം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നിയത് ഈ പ്ലമ്മിന്റെ സ്ട്രോബ് ക്രീം ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ലിങ്കോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയ്ഡ് ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ കമന്റ് ബോക്സിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോ ബൈ ബൈ.